പിതാവിനും പുത്രനും വിശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒന്നിനും പരിപാലിക്കുന്നതിനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. മാർക്കുമോ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും നിനക്കുള്ളതാകുന്നു. ആമേൻ. സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനം പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. ദൈവം തമ്പുരാനെ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മൂലം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങൾ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹം നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഈ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വാത്സല്യവാന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിനും പ്രകാരം എന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്റെ ന്യായത്തിനായി കഴി എന്റെ പാപങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നായി ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും നേരെ ഇരിക്കുന്നു. വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാവങ്ങൾ എന്റെ മേന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. എന്റെ സോപാനമേ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ചു മഞ്ഞേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദം സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, ഇവിടെ ഹൃദയം സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിന്റെ ഉള്ളിൽ പുനരാക്കണമേ. നിന്റെ തിരുമുമ്പിൽ എന്നെ തള്ളിക്കളയരുതേ.
വിശുദ്ധ ആത്മാവിനെടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആർന്നു രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളേക്ക് തിരികെയും ചെയ്യൂ. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ എന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എനിക്ക് തുറക്കണമേ. എന്റെ വായിന്റെ സ്തുതികൾ പാടും. എന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമോലുകളിൽ നിരപ്പായതുമല്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താസികളോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ ബലിപീഠത്തിന്മേൽ കാളുകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ഭാഗ്യമോ വാദാവല്ലോലം പൽവീരാവേ. പിൻവാസികളെ സന്തോഷിപ്പിച്ചോ. ഭക്തർ കരുണുക കരുണാന്തേ വശീവാ. സന്തോഷം രക്ഷകനെ വൈദികർ തിരുനാമത്തിൽ നൽകിയിടും. മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യാൽ. മോതിരമരുളി തിരുസഭയെ വശീവാ. വീട്ടപ്പോൾ പരിപാവനതനുരുതിരങ്ങൾ കൊണ്ടാളവളും. മോതിരമതിനാൽ കൊലയിലും രക്ഷിതയായി. അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. പാർക്കുമോ മൂലം വാദാവല്ലോലം വീരാവേ. മാനവർ വന്ദിച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സംഭോജ്യം താജറോഹ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ച അതിൻ്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും അതുമൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷത്തോടെ അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐകമത്യമേലുണ്ടാവുകയും ചെയ്യണമേ. ഓശോപകൂല സുബാലോൽമീ. മൊഴി മാനസമേ ഹല്ലേലൂയാ. സേവിക്കും ഞാൻ അരജനയും തുര ചെയ്യും. ചാരുമുഖി പാരം നീ സാധിക്കും നിൻ പ്രിയദേവൻ എന്നാതെ പതിനായിരമതിലൊത്തമനാ.
മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത് എല്ലാ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗതിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുലഹുന്യവുമോ സോദുഹായി നിലവൽമേ. പാറയ്ക്കുമോർ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്നുയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ള അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ദയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ അവിടുത്തെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ അവിടുത്തെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും
അഭംഗമായി ഈ മക്കളെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ സ്വതന്ത്രരാക്കി കൊള്ളണമേ. കർത്താവേ, ഈ മക്കൾ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെയും പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സദാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ ബബ്കുലസ്ബാനിലവൽ മേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം പ്രാപിക്കുമാറാകട്ടെ. അതിവ്രതയാ പരിപാവന സഭയെ വാനോന്താതൻ വീട്ടൊരു നേരം വീടിൻ ഭരണം ശ്രീമോനെ കൽപ്പിച്ചാൻ വിലയേറിയിടും വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. ബാരക്കുമോ ശുഭഹോ ലാബോ ലബറോ വലറൂഹോ കാദീശോ മൂലം മാതാവിനോലം അൽമീനാമി വിശ്വസ്തേ സഭയെ ഭയമിന്നി ഉള്ളിൽ ക്ലേശം വേഷം വേണ്ട. അവരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവടികില്ല. മാരും വാനുമഴിഞ്ഞാലും വാഴും വിമലാത്മാവിൻ ഏകം പാർത്താ നിന്നോടോസാ മുറിയോറാകി വിലയിരുവതാരൈ. വ്രതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥത മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബകുൽ സുബാൽ ഒൽമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള വിശുദ്ധ റൂഹായുടെയും നാമത്തിൽ
ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ബിസ്മോദാബോ ആമീൻ ആമീൻ റൂഹായോ ഖാദിശോ ലോലം വൽമീ ബാരക്കുമോർ നമ്മുടെ കർത്താവായ യേശുമെശിഹായുടെ വലങ്കൈ കരുണയോടെ നിങ്ങളേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലങ്കൈ അദൃശ്യമായി നിങ്ങളേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിലെന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് എൻ്റെ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന അടിയങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്ലീബായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോശോ വക്കുൽ സുബാലുൽ മീ സഭയാം തിരുസഭയാം നീ ഞാൻ അത്യുന്നതനുടെ മാണവാട്ടി പാവന സഭ ചൊല്ലിടുന്നു ഇവരദേവൻ ഞാൻ ധന്യ വന്നിക്കുന്നേ വന്നെന്നെ വിട്ടൊരു മണവാളൻ തന്നെ ഇന്നേ മാമോദീസായാൽ ആത്മീയായുധമാണിച്ചാൽ വിരലിന്മേൽ മെയ്രേ തങ്ങൾ
സ്നേഹമായ ഞാൻ വീട്ടോളാം സുമുഖി സ്വാഗതമാകുന്നേ. പാദനികേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ ബ്രോഹായി മുറിയോരാഹി മെലിനുവതായി. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീഭാരാവും പകലും നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. അല്പനിമിഷങ്ങൾ എല്ലാവർക്കും അവിടെ ഇരിക്കാവുന്നതാണ്. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ അനുഗ്രഹീതാവാക ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികനായിരിക്കുന്ന ബ്ലസ്സൻ അച്ഛൻ, കാരക്കൽ താമരാൽ മാർത്തോമ ഇടവകയുടെ വികാരി ബിബി അച്ഛൻ ഉൾപ്പെടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങൾക്കും, പ്രിയ മണവാളിനും മണവാട്ടിക്കും, ശേഷം എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ബെവിനും മാല്യായും ദൈവകൃപയാൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇന്ന് വിവാഹിതരാവുകയാണ്. സഹോദരനും സഹോദരിയും എന്ന പദവിയിൽ നിന്ന് കുടുംബ മഹാസാമ്രാജ്യം കെട്ടുപണി ചെയ്യാൻ രാജാവും രാജ്ഞിയും എന്ന നിലയിൽ തന്നെ സഭ അവരെ ഭരമേൽപ്പിക്കുന്ന അനുഗ്രഹീത കൂദാശയാകുന്നു വിവാഹം. നമുക്കറിയാം, വിവാഹം ദൈവ കൽപ്പിതവും അത് ഒരാജീവനാന്ത ബന്ധവുമാകുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് തക്കതായ ഒരു തുണയെ കണ്ടെത്തിയെന്ന് വിശുദ്ധ വചനം പറയുന്നു. ബെവിന് തക്ക തുണയായിരിക്കാൻ ആല്യായും, ആല്യായ്ക്ക് തക്ക തുണയായിരിക്കാൻ ബെവിനും ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷയാണ് ഇപ്പോൾ പൂർത്തിയായത്. തൻ്റെ കൃപയാലും ബഹുലമായ കരുണയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് തൃത്വനാമത്തിൽ കാർമ്മികൻ ഇവർക്ക് മോതിരങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് എന്നതിലുപരിയായി സഭയാൽ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കൗദാശിക കർമ്മമാകുന്നു ഇത് എന്ന സൂചനയാണ് കാർമ്മികൻ ഇവർക്ക് മോതിരം നൽകുന്നതിലൂടെ നാം കണ്ടത്. മോതിരം ഒരു വലിയ സൂചനയാണ്. റിംഗ് ഈസ് എ സിംബൽ ഓഫ് പെർഫെക്ഷൻ. കൈവിരലുകളിൽ മോതിരം കിടന്നാൽ അത് ഒരുപാട് ഇറുകിക്കിടക്കാനും പാടില്ല, ഒരുപാട് അയഞ്ഞു കിടക്കാനും പാടില്ല. നല്ല പരുവമായിരിക്കണം. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. ഇനി മുതൽ മണവാളൻ മണവാട്ടിക്കും മണവാട്ടി മണവാളനും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്നത് പോലെ പരുവമായിരിക്കാൻ ദൈവം അവരെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ആമോസ് ദീർഘദർശിയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം, ഡു ടു വാക്ക് ടുഗദർ എക്സെപ്റ്റ് ദേ ഹാഡ് ആൻ എൻഗേജ്മെൻറ്റ്. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒന്നിച്ചു നടക്കും എന്ന് വിശുദ്ധ വചനം പറയുന്നു. ക്രൈസ്തവ കുടുംബം സഭയുടെ ഒരു പതിപ്പാണ്. സഭ സ്നേഹമുള്ള ഒരു വലിയ കുടുംബത്തിൻ്റെ ലക്ഷണവുമാണ്. അത്തരത്തിലുള്ള ഒരു വലിയ വിളിയാണ് ഈ കിരീടവാഴ്വിലൂടെ അവർക്ക് ദൈവം നൽകുന്നത്. വിവാഹത്തെക്കുറിച്ച് രസകരമായ ഒരു കമൻ്റുണ്ട്. ഇറ്റ്സ് നോട്ട് ഫോർ യു. മാരേജ് ഈസ് 5 മൊമെൻറ്റ്സ് ഓഫ് ആങ്സൈറ്റി. ബെവിനെ കെട്ടാനൊക്കെ പഠിപ്പിച്ചു കാണും ആരെങ്കിലും, അല്ലേ? അറിയാം. എന്നാലും കെട്ടുമ്പോൾ കൈ ഒന്ന് വിറയ്ക്കണം. ഇറ്റ്സ് 5 മൊമെൻറ്റ്സ് ഓഫ് ആങ്സൈറ്റി, 5 months ഓഫ് ഹണിമൂൺ. 2 കാറേ വന്ന് ബാക്കി എല്ലാവരെയും വിട്ടിട്ട് ഒറ്റ കാറയിൽ ഇനിയും പോവുകയാണ്.
എന്തിനാണ്? നഷ്ടസ്വപ്നങ്ങളെക്കുറിച്ച് വിലപിക്കാനല്ല, ബന്ധുവീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാനും ചിലപ്പോൾ തായ്ലൻഡ്, മോസ്കോ ഒക്കെ പൊക്കളി നല്ലതാണ്. ഇറ്റ്സ് 5 months of honeymoon. Then 5 years of argumentation. അവിടെയാണ് കുഴപ്പം. ഇതിൻ്റെ ഈ തനി സുഖം അങ്ങോട്ട് കഴിയുമ്പോൾ ചെറിയ ആർഗ്യുമെൻറ്റേഷൻസ് ഒക്കെ തുടങ്ങും. എല്ലായിടത്തും സംഭവിക്കുന്നത്. 40-40 കൊല്ലമായി ഞാൻ കല്യാണം കഴിച്ചിട്ട്. അത് കഴിഞ്ഞ് ദ റെസ്റ്റ് ഹോൾ ഇയേഴ്സ് ഓഫ് ടോളറേഷൻ. ഇതൊരു രസകരമായ കമൻ്റായിട്ട് കൂട്ടിയാൽ മതി. പള്ളി വെച്ച് ബ്ലസ് ചെയ്ത കല്യാണമാണല്ലോ, ഇനിയും എന്ത് സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടെങ്കിലും സഹിച്ചു പുറത്തങ്ങ് പോകാം. ടോളറേറ്റ് ചെയ്യുന്ന ഒരു ക്രൈസ്തവ കുടുംബജീവിതം അതൊരിക്കലും നിങ്ങൾക്കുണ്ടാവരുത്. സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന ഒരു കുടുംബജീവിതമായിരിക്കണം. ലിയോ ടോൾസ്റ്റോയ് വിശ്വവിഖ്യാതനായ എഴുത്തുകാരനാണ്. കുടുംബജീവിതത്തിൽ നിന്ന് നല്ല പാഠങ്ങളൊന്നും അദ്ദേഹം തന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിഖ്യാത കൃതിയായ അന്ന കരീനീനായിൽ അതിൻ്റെ ആദ്യ പേജുകളിൽ അദ്ദേഹം കുറിച്ചു, ഓൾ അൺഹാപ്പി ഫാമിലീസ് ആർ അൺഹാപ്പി ഡ്യൂ ടു മെനി റീസൺസ്, ബട്ട് ഓൾ ഹാപ്പി ഫാമിലീസ് ആർ ഹാപ്പി ബിക്കോസ് ഓഫ് എ റീസൺ, എ സിംഗിൾ റീസൺ, ആൻഡ് ദാറ്റ് റീസൺ ഈസ് അൺഅഡൾട്ടറേറ്റഡ് ലവ്. കലർപ്പില്ലാത്ത, മായമില്ലാത്ത, കപടമില്ലാത്ത സ്നേഹം എവിടെയുണ്ടോ ആ സ്നേഹ വ്യാപാരമുള്ളിടത്ത് കുടുംബ ജീവിതങ്ങൾ ഭദ്രമായിരിക്കും. സൗന്ദര്യപ്പിണക്കങ്ങൾ ജീവിതത്തിൽ വരാം, ഇല്ലവല്ലായ്മകൾ വരാം. പക്ഷേ ദൈവകൃപയാകുന്ന കൂരയ്ക്ക് കീഴിലാണെങ്കിൽ അതിനെല്ലാം അല്പായുസ് മാത്രമേ കാണുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത്തിരി പറഞ്ഞാൽ ഇതല്പം കൂടെ നീക്കി വച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു കളയും. 430 കഴിഞ്ഞാണ് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. നിങ്ങൾ തക്ക സമയത്ത് വിവാഹത്തിന് ആഗ്രഹിച്ചു, അതിനായിട്ട് ഒരുങ്ങി വന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ജയകരമായ കുരിശ് നിങ്ങളുടെ ശിരസിൽ കിരീടമായി വാഴ്ത്തി അണിയിക്കുകയാണ്. അത് ശുഭചിഹ്നമാണ്, അത് വിജയത്തിൻ്റെ കൊടിയാണ്, നമ്മെ രക്ഷിച്ച സ്ലീബായാണ്. അതോടൊപ്പം തന്നെ ത്യാഗത്തിൻ്റെ ഒരു സിമ്പലും കൂടി അതിനുണ്ട്. പരസ്പരം ത്യാഗനിർഭരതയുള്ള, സ്നേഹവ്യാപാരമുള്ള ഒരു നല്ല കുടുംബമായി തീരുവാൻ നിങ്ങളുടെ ഓരോ വിവാഹ വാർഷികവും കഴിയുമ്പോൾ ഏറെ നന്നായിരിക്കാൻ, ഏറെ ദൈവത്തെ സ്തുതിപ്പാനുള്ള കാരണങ്ങൾ ഉണ്ടാകുവാൻ ഇടയാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. നമുക്ക് കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ദൈവം തമ്പുരാനെ, അനശ്വരമായ വിരുന്നിനും ഒഴിവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ആദിമനീതിയെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്തേ ദേവാ, ദയചെയ്തിടണമേ. ഔവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്തേ ദേവാ, ദയചെയ്തിടണമേ. സാറയുടബറാവിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്തേ ദേവാ, ദയചെയ്തിടണമേ. റുഫ്കയുടെ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്തേ ദേവാ, ദയചെയ്തിടണമേ. റഹലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ
ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത് ദേവാ ദയ ചെയ്തിടണമേ പാർക്കുമോ സുബഹോ ലാബോ ലാബറോ വൽ റുഹോ കാദീശോ ഓരം വാദാമയോരം വൽമീനാമി മസ്രനിലോസേ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത് ദേവാ ദയ ചെയ്തിടണമേ ബാരക്കുമാർ കർത്താവേ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താ ശ്രേഷ്ഠരാക്കി നിരദാനങ്ങളാ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനയിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസനിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകുൽ സുബാൽ ഒൽമേ. മോദിക്കട്ടെ വരം ദാദാ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ശക്തിയിലും രക്ഷയിലും പ്രഭതി നല്ലവരായി ഉൻപേരവനേ ഹല്ലേലൂയ ഹല്ലേലൂയ മഹിമാവി മുടിച്ചോടി കരയിൽ പാർക്കുമോ ശുഭഹോ ലാബോ ലബറോ വൽ റുഹോ കാദീശോ വെൺമോലം വാദാമല്ലോലം വൽമീനാമി മണവറയേമേ സ്വർഗ്ഗത്തിൽ സഭയേലിൻ കാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗ്ഗീദേവം ശൈത്തോനെന്ന ഐലേയർക്കോ ശിവരേത്വം നിന്നെ മേലാകി സ്തോമൻ കാലോസ് ബാറക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പറക്കുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്താവചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെ മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിയുന്നില്ല എന്നുള്ളവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അടിക്കപ്പെടുന്നതെല്ലാം അടിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യവുമോ സ്വതഹായാൻ
പറക്കുമോർ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവനും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസനെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായ നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരനും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവർ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. കർത്താവേ, ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോവനെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. സുന്ദരികളിൽ അതിസുന്ദരി നീ, ജാതികളിൽ സോനോ ദ്രുപദശലോമോൻ വിമലസമേ നിന്നെ ലാളിപ്പോ നിൻ മധുരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീ സാത്മസുഭസമ സഭയെ സകലവിധം സുഭഗി നീവരതീണ്ടാത്തോ ശ്രീവാരി വന്ദിപ്പതിനാ രാജാവാശിഹ ഹാലേലുയ്യ കാക്കുന്നു നിന്നെ പാർക്കുമോ ബഹുല ബോല ബറോവൽ റൂഹോ കാദീശോ ഹാലേലുയ്യ സ്ഥലമില്ലിവ
കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസരെ ഈ സുഗന്ധ ധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവവും നിറഞ്ഞ നിന്റെ വലതുകൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്തു നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻ ലവൽ മീ. പൗലോസ്ലീഹ ധന്യൻ ചൊൽകേട്ടേ നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരം വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാതൂതൻ പാനേക്കും സഭയും ശാപം പലതരമുപദേശങ്ങളഹോ പാരിക്കൊടച്ചു വരക്കുന്നു. ദൈവത്തിൻ ഉപദേശം കൈക്കൊണ്ട് അവസാനിപ്പിപ്പോ ധന്യം. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയെന്നു ആഹായി ബാറക്കുമോ. സ്ലീഹായുടെ സ്തുതി നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വതിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവീൻ. മിശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെയും മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാവുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാവുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാവട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി ബാറക്കുമോ. ഹല്ലേലൂയ ഹല്ലേലൂയ. മോദിക്കട്ടെ വരം നാദാ നിൻ ശക്തിയിലും രക്ഷയിലും ദ്രവതി. ബാർക്കിമോർ നാം വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന അറിയിപ്പുകാരനായ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വാസ്യങ്ങൾ ഏറ്റുപറയുന്നു. യേശു ഗലീലായിൽ നിന്നും യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീഷ്യന്മാർ അടുത്തിയെന്ന ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തൻ്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവാണ് പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാവുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അവനോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തി പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അവനോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങൾ വിവേകപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വിസ്മോദാബോ വദറുഹായോ കാദിശോലോലം വൽമീൻ. വനീന്തുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാളനെ ആചാര്യൻ അണിക്കും മകുടം രമ്യം. മുടിയാൽ മണവാളനും മണവയ മണവാട്ടിക്കും വാനീന്നുടയോൻ
മണവാളനെയാര്യൻ അണിയിക്കും മകുടം രമ്യം മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് ഇടുവാൻ മശിഹാനൃപനാ രചിതം മകുടം രുചിരം വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെയാര്യൻ അണിയിക്കും മകുടം രമ്യം ശാശ്വതശാല നീശാ സത്യമളാള ശീഘ്രം സവിതമളന്നീ ഗണമേ സകല സന്തോഷിക്കാം. ബാറയ്ക്കുമോർ കർത്താവ് നിന്നെ നീതിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കും എതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാര്യൻ അണിയിക്കും മകുടം രമ്യം വംശം ശോനേ വഹസനേ ബക്കലി ലൈഹോ ബക്കല്ലോ സോസ്ബഗനോ നൈഹേ വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാര്യൻ അണിയിക്കും മകുടം രമ്യം മകുമോശാഫി ക്ലീലോ ദഗദൽ മൽപോ മശീഹോ വീദായ് കോഹനെ സഹായോ ലവീശദു ഹസനോ കൽസോ വാനീന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാര്യൻ അണിയിക്കും മകുടം രമ്യം മണവാളൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സരിവാർ പൊടിയോട് സദൃശ്യം. ബാറയ്ക്കുമോർ കർത്താവ് നീതിൻ കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ശുഭചിഹ്നം താ സ്ലീവാ വിജയ കൊടി താ സ്ലീവാ
മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തൻ്റെ സഭയിൽ എന്നപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തുകരം വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ താൻ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെയൊക്കെയും നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമരായ മക്കളെ കർത്താവ് നൽകുമാറാകട്ടെ. ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും താൻ നൽകിയ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ മകനായ യൗസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാട് കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ട കിരീടങ്ങളിലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും എല്ലാ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും താൻ ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സിനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഹോശോ വബ്ഗുൽ സുബാൻ ലവൽ മീ. ഇതൻ തോട്ടം നട്ടോളേ പ്രിയാടൻ യുവമടവാളൻ തോട്ടത്തീനൻ പേർക്കാൻ വിശീടുകൾ തുളത്തന്നൽ അവകാശധനം മുദ്രിതമാക്കി പീഡകളാ അടിമവിടുത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി ഇവരുടെ കാലം ശുഭമാ
സർവം കേട്ടിട്ടഭ്യർത്ഥനയിൽ കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കൾ കൃപ ചെയ്യണം. മറിക്കുമ്പോൾ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിലായിരിക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീവായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങളെ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ നിങ്ങളെ ഞങ്ങൾ പരസ്പരം പരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനങ്ങളിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹമായ ദൈവമാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതു കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യയാകട്ടെ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയെ ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആകാശത്തിന്റെയും ഭൂമിയുടെ കാണപ്പെടുന്നതിനെയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകത്തോടെ പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവരും സൃഷ്ടിയല്ലാത്തവരും സർവ്വ പിതാവിനോട് സമത്വമുള്ളവനും സർവ്വലോകത്താകുമാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തുടങ്ങി വിശുദ്ധ ദൈവമാതാവിയാവുന്ന ശൈലിയായി തീർന്ന മനുഷ്യരായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മനുഷ്യരടക്കപ്പെട്ട് 3-ാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുവാതിരുന്നവരും ജീവനെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ ബോധത്തോടെ നീ പരിപാലിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്നിട്ട് പിതാവിന്റെ പുത്രത്തോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറുവായിലും ആധുനികവും സ്നേഹികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുകയുള്ള ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഏർപ്പിലും പരിപാലിക്കുന്ന ലോകത്തിലെ പ്രതീക്ഷിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സ്തോമൻ കാലസ്കുറിയായി സ്തുതിയോട് രാജമകൾ ഹാലേലൂയായോ ഹാലേലൂയാനിൻവലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ
ഹാലേലുയ്യായോ ഹാലേലുയ്യായി ജനമോർക്കായി കൃതകൃതവും പാർക്കുമോ വെൺകോലം വാദാവല്ലോലം വൽപീനാമീ വിണ്ടിലുദിച്ചോരേകസുതൻ തൃക്കലഞ്ഞങ്ങളിൽ അലിവാദൻ മക്കളപേക്ഷേണം സൗമ്യസ്തുറിയേലായി വരദായകമാകാം പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനുകോട്ട പാർക്കുമോ ദൈവപ്രസവിത്രീ കന്യകമറിയാമേ ഉയരും നോയാറിൽ സുഖപരിമളരൂപം മാതൃജനത്തിൽ പ്രാർത്ഥനയും പടികളയും കോപത്തിൽ പടികളയും വായിച്ചിടേണം പോലെ തളർത്തിടുമേ ഹാലേലുയ്യ വളരും അവൻ ലബനോൻ കാരകൾ വൃദ്ധതയിലും അവർ കളിരിട്ടു നഴച്ചിടുമേ ഹാലേലുയ്യ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാർക്കുമോ വെൺമൂലം വാദാവല്ലോലം ഉണ്ടേമേലും നിന്നോർമ്മ ഉദഗണവേദിൻ പ്രാർത്ഥനവിൻ ഓർമ്മേവമാനീച്ചോർക്ക സൗമൻ കാലസ്ഫുരിയേനായി സോ ഭാഗ്യം നീബിയാർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാരവീരെ പാർക്കുമോ കാക്ഷിച്ചൊരു സഹറി പാളാച്ചിറകുകൾ പോന്നതമാനവേറി മുറിയോറാകി പ്രാർത്ഥിപ്പിൻ കർത്താവോട അടികളെയും തൻ ഭോഗത്തിൻ പടികളെയും മായി പാറയ്ക്കുമോർ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും വാഴ്വേൽക്കപ്പെട്ടവരാണ്. ആത്മീയമായ ഭാഗോദാശം നിങ്ങളെ സംബന്ധിച്ച് വരാൻ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്കും പാപപരിഹാരം നൽകുമാറാട്ടെ. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളും അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായ തനാക്കി തീർക്കുമാറാട്ടെ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ ആമേൻ.
പരിശുദ്ധ വിവാഹ കൂദാശയിലൂടെ ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ബെവിനു വേണ്ടി ആൻലയ്ക്ക് വേണ്ടി തിരുസന്നിധിയിൽ ഞങ്ങൾ വീണ്ടും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉത്തമമായ ക്രിസ്തീയ കുടുംബജീവിതം ഐശ്വര്യത്തോടെ, സന്തോഷത്തോടെ, നല്ല ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ നയിപ്പാൻ പ്രിയ കുഞ്ഞുങ്ങൾക്കും ഏവർക്കും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കുടുംബജീവിതം കണ്ട് നിന്നെ സ്തുതിപ്പാനും സന്തോഷിപ്പാനും എല്ലാവർക്കും ഇടയാക്കണമേ എന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതത്തിന് ആവശ്യമായ എല്ലാ സ്വർഗീയ നന്മകളാലും ഈ മക്കളെയും കുടുംബങ്ങളെയൊക്കെ അവിടുന്ന് നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹീത കൂട്ടായ്മയ്ക്കായി, ഭക്ഷണപാനീയങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഭക്ഷിച്ചു ബലപ്പെട്ട് നിന്നെ സ്തുതിപ്പാനും നിന്റെ ഇഷ്ടം ചെയ്യുവാനും ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. This is my handsome brother, Bevin Varghese. He's the son of Mr. Boban B. Varghese and Mrs. Kochmal Boban. They belong to the Panikirveetu Moolay family. And this is my beloved Chechi, Anli Sebastian. She's the daughter of Sebastian MP and Molly Sebastian. And myself is Binil. I am one of the brother of the groom, and this is my co-MC. Myself, Arindavi, I am Megan's first cousin. ഇപ്പോൾ നമ്മൾ ബോത്ത് ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും ഫാമിലിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. ബോബൻ ബി വർഗീസ്, കൊച്ചുമോൾ ബോബൻ. അടുത്തതായി ബ്രൈഡിന്റെ പേരൻസിനെ വെൽക്കം ചെയ്യുന്നു, സെബാസ്റ്റ്യൻ ബി ആൻഡ് മോളി സെബാസ്റ്റ്യൻ. Next, we have the gorgeous siblings, the sisters of the bride and groom, Bini and Aline. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ബെവിനും ആൻലിക്കും കാരക്കൽ പണിക്കർ വീട്ടിൽ കുടുംബത്തിൻ്റെതായ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കുടുംബമാണ് പണിക്കർ വീട്ടിൽ മൂലയിൽ കുടുംബം.
this far. All we are is all we are. Holding a flame, throwing light on a parallel life. But look at us now. We can see with clear eyes. As it's all unfolding, every dream we're holding, we'll find a home, find a home. If we let it go, let it go. All we are is all we are. All we are is all we are. Don't turn back, we've come this far. All we are is all we are. All we are is all we are. If we all we are is all we are. We'll find
Hallelujah.